നമസ്കാരം. എല്ലാവർക്കും ബ്രെയിനി ബയോളജിസ്റ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ക്ലാസ് കേരള PSC HSA നാച്ചുറൽ സയൻസിന്റെ കിങ്ഡം അനിമാലിയ ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷൻ എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ്. ഇത് നമ്മുടെ സിലബസിലെ പാർട്ട് ബി മൊഡ്യൂൾ 1 അനിമൽ ഡൈവേഴ്സിറ്റിയിൽ ഉൾപ്പെടുന്ന ഭാഗമാണ്. അപ്പൊ ഇന്ന് നമ്മൾ വർഗീകരണത്തിന്റെ അടിസ്ഥാനങ്ങൾ, അതായത് ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ജീവിവർഗങ്ങളെ വർഗീകരിക്കുമ്പോൾ നമ്മൾ കണക്കാക്കുന്ന അല്ലെങ്കിൽ പരിഗണിക്കുന്ന ചില അടിസ്ഥാന ഘടകങ്ങളുണ്ട്, അല്ലെങ്കിൽ അടിസ്ഥാനമായിട്ടുള്ള ക്യാരക്ടേഴ്സ് ഉണ്ട്. അതിൽ ആദ്യത്തേതാണ് ജീവികളിലെ ഘടനാതലം, അതായത് ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. ഒരു ജീവി അതിന്റെ ശരീരഘടന കോശതലത്തിൽ ഉൾപ്പെടുന്നതാണോ അതോ അവയവ വ്യൂഹതലത്തിൽ, അതിന്റെ കോംപ്ലക്സിറ്റി എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കുക. അപ്പൊ ആദ്യത്തേത് കോശതലമാണ്, അതായത് സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറയും. ഈ സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷനിൽ കോശങ്ങളെ അനിയതമായി വിധാനം ചെയ്യപ്പെട്ടിരിക്കുന്നത്, അതായത് കോശങ്ങളാണ് ഇതിൽ അറേഞ്ച് ചെയ്യപ്പെട്ടിരിക്കുന്നത്. എക്സാമ്പിൾ വരുന്നത് ഫൈലം പൊരിഫറയാണ്, സ്പോഞ്ചുകൾ. അതായത് ഇവരുടെ ശരീരത്തില് കോശങ്ങളാണ് ശരീരധർമ്മം എല്ലാം നിർവഹിക്കുന്നത്. സെല്ലുലാർ ലെവലിലാണ് എല്ലാ ബോഡി ഫങ്ഷൻസും നിർവഹിക്കപ്പെടുന്നത്. അങ്ങനെയുള്ള ലെവൽ ഓഫ് ഓർഗനൈസേഷനെയാണ് നമ്മൾ സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ അഥവാ കോശതലം എന്ന് പറയുന്നത്. അടുത്തതാണ് കലാതലം, അതായത് ടിഷ്യൂ ലെവൽ. ഇവിടെ ഒരേ ധർമ്മം നിർവഹിക്കുന്ന കോശങ്ങളുടെ കൂട്ടത്തിനെയാണ് ടിഷ്യൂ എന്ന് പറയുന്നത്, അല്ലെ, കല എന്ന് പറയുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോ ഒരേ ധർമ്മം നിർവഹിക്കുന്ന കോശങ്ങളുടെ ഒരു കൂട്ടമാണ് എന്ത് ചെയ്യുക, ശരീരത്തിന്റെ ധർമ്മങ്ങളെല്ലാം നിർവഹിക്കുന്നത്. ഇങ്ങനെയുള്ള ലെവൽ ഓഫ് ഓർഗനൈസേഷനെയാണ് നമ്മൾ കലാതലം അഥവാ ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ ആണ് ഫൈലം നിഡേറിയയും ഫൈലം ടീനോഫോറയും. അടുത്തത് അവയവതലമാണ്, ഓർഗൻ ലെവൽ. ഇതില് ഒരേ ധർമ്മം നിർവഹിക്കുന്ന കലകളുടെ കൂട്ടം, അതായത് ഒരേ പോലത്തെ ഒരേ ഫംഗ്ഷൻ ഉള്ള ടിഷ്യൂസിന്റെ ഒരു ഗ്രൂപ്പ് ചേർന്നിട്ട് അതൊരു ഓർഗനായിട്ട്, ഒരു അവയവമായിട്ട് രൂപം പ്രാപിക്കുന്നു. ഇങ്ങനെയുള്ള ലെവൽ ഓഫ് ഓർഗനൈസേഷനെയാണ് നമ്മൾ ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫൈലം പ്ലാറ്റിഹെൽമിന്തസ്. അടുത്തത് അവയവ വ്യൂഹതലം അഥവാ അവയവ വ്യവസ്ഥാതലം എന്ന് നമ്മൾ പറയും, ഓർഗൻ സിസ്റ്റം ലെവൽ. ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷനിൽ ഒരേ ധർമ്മം നിർവഹിക്കുന്ന അവയവങ്ങളുടെ ഒരു കൂട്ടം, അല്ലെങ്കിൽ ഒരു ശരീരത്തിന്റെ ഒരു ധർമ്മം, ഒരു ശാരീരിക ധർമ്മം. ഫോർ എക്സാമ്പിൾ ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു ഓർഗൻ സിസ്റ്റമാണ്. അതായത് ഡൈജഷൻ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഫുഡിന്റെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള എനർജിയെ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന്റെ സോഴ്സ് ആയിട്ടുള്ള ഫുഡിനെ ഇൻടേക്ക് ചെയ്യുകയും ഫുഡിനെ ഉള്ളിലേക്ക് എടുക്കുകയും അതിനെ വിഘടിപ്പിച്ച് അതിൽ നിന്ന് എനർജി റിലീസ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരു കൂട്ടം അവയവങ്ങളുടെ ഒരു സിസ്റ്റം ഉണ്ട്. അതിനെയാണ് ഓർഗൻ സിസ്റ്റം ലെവൽ എന്ന് പറയുന്നത്. അപ്പൊ നമ്മളൊക്കെ നമ്മുടെ ഹ്യൂമൻ ബീങ്സിലൊക്കെ ഉള്ളത് ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ്. കോംപ്ലക്സ് ആയിട്ടുള്ള എല്ലാ ഓർഗൻസത്തിലും ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ് കാണപ്പെടുക. അതായത് ഇപ്പോൾ നെർവസ് സിസ്റ്റം, റെസ്പിറേറ്ററി സിസ്റ്റം, സർക്കുലേറ്ററി സിസ്റ്റം, ഡൈജസ്റ്റീവ് സിസ്റ്റം, അങ്ങനെ ഓരോ ധർമ്മം, ശരീരത്തിന്റെ ഓരോ ധർമ്മവും നിർവഹിക്കുന്നത് ഓരോ അവയവ വ്യൂഹങ്ങളായിരിക്കും. ഇങ്ങനെയുള്ള ലെവൽ ഓഫ് ഓർഗനൈസേഷനെയാണ് നമ്മൾ ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഫൈലം ആസ്കൽമിന്തസ് മുതൽ ഫൈലം കോഡേറ്റ വരെയുള്ള ജീവികൾ അവയവ വ്യൂഹതലത്തിൽ വരുന്നതാണ്. ഇവിടെ ഈ ഡയഗ്രത്തിൽ കൊടുത്തിട്ടുണ്ട്. മോളിക്കുലാർ ലെവൽ നോക്കണ്ട, അത് കെമിക്കൽ ലെവലിൽ വരും. നമ്മുടെ ബയോളജിക്കൽ വേൾഡിലേക്ക് വന്നു കഴിഞ്ഞാൽ സെല്ലുലാർ ലെവൽ എന്ന് പറയുന്നത്, ഇവിടെ നോക്കിയ ഒരു സെല്ലാണ്, അല്ലെ, നമുക്കറിയാം ഇതൊരു സ്പിൻഡിൽ ഷേപ്ഡ് ആയിട്ടുള്ള എന്ത് സെല്ലാണ്, മസിൽ സെല്ലാണ്, സ്മൂത്ത് മസിൽ സെല്ലാണ്, അല്ലെ. അപ്പൊ ആ സ്മൂത്ത് മസിൽ സെല്ല് ചേർന്നിട്ട് ഒരു സ്മൂത്ത് മസിൽ ഫൈബർ ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അത് ടിഷ്യൂ ലെവലായിട്ടാണ് മാറുന്നത്. ഇനി ഒരേപോലത്തെ സെല്ലുകൾ ചേർന്നിട്ട് ഒരു ടിഷ്യൂ ആയി മാറി കുറെ ടിഷ്യൂസ് ചേർന്നിട്ട് ഒരു ഓർഗനായിട്ട് മാറും. ഈ ഓർഗൻ എന്ന് പറയുന്നത് സ്റ്റമക്കാണ്. സ്റ്റമക്ക് എന്ന് പറയുന്നത് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന്റെ ഒരു പാർട്ടാണ്. ബാക്കി ഇൻഡസ്റ്റൈനും ഒക്കെ കൂടി ചേർന്നിട്ടാണ് എന്ത് വരിക, ഓർഗൻ സിസ്റ്റം ലെവൽ വരിക. കുറെ ഓർഗൻ സിസ്റ്റംസ് ചേർന്നിട്ടാണ് ഓർഗാനിസം ലെവൽ വരിക. അപ്പൊ ഇനി
ഈ അവയവ്യൂഹ തലത്തിൽ തന്നെ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ക്ലാസിഫിക്കേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അതിൽ ആദ്യത്തേത് ഡൈജസ്റ്റീവ് സിസ്റ്റം ആണ്. നമ്മുടെ ഓർഗൻ സിസ്റ്റം ലെവലിൽ ഡൈജസ്റ്റീവ് സിസ്റ്റം രണ്ട് തരത്തിലുണ്ട്. ഒന്നാമത്തത് അപൂർണ ദഹന വ്യവസ്ഥ, അതായത് ഇൻകംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇൻകംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മൗത്തിന്റെയും ഏനസിന്റെയും ധർമ്മം ഒരേ ഒരു ഓപ്പണിംഗ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതായത് മൗത്തും ഏനസും ഒരേ സിംഗിൾ ഓപ്പണിംഗ് ആയിട്ടായിരിക്കും കാണപ്പെടുക. വായയുടെയും മലദ്വാരത്തിന്റെയും ധർമ്മങ്ങൾ ഒരുമിച്ച് നിർവഹിക്കുന്ന ഒരേ ഒരു ഓപ്പണിംഗ്, ഒരേ ഒരു ദ്വാരം മാത്രമുള്ള ദഹന വ്യവസ്ഥേനെയാണ് നമ്മൾ അപൂർണ ദഹന വ്യവസ്ഥ അഥവാ ഇൻകംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഫൈലം ലിഡേറിയ മുതൽ ഫൈലം പ്ലാറ്റിഹെൽമിന്തസ് വരെ. അടുത്തത് പൂർണ്ണ ദഹന വ്യവസ്ഥയാണ്. പൂർണ്ണ ദഹന വ്യവസ്ഥ എന്ന് പറയുമ്പോഴേക്കും അവിടെ മൗത്തും ഏനസും സെപ്പറേറ്റ് രണ്ട് ഓപ്പണിങ്ങുകളായിട്ട് കാണപ്പെടും. ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന്റെ രണ്ട് എൻഡിലും രണ്ട് ഓപ്പണിങ്ങുകളായിട്ട് ഏനസും മൗത്തും കാണപ്പെടുന്നു. അങ്ങനെയുള്ള ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനെയാണ് നമ്മൾ എന്ത് പറയുക? കംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് പറയുന്നത്. എക്സാമ്പിള് ഫൈലം അസ്കെൽമിന്തസ് മുതൽ ഫൈലം കോഡേറ്റ വരെ. ഫൈലം പൊരിഫെറയില് ഡൈജസ്റ്റീവ് സിസ്റ്റം കാണപ്പെടുന്നില്ല കേട്ടോ, അതും ശ്രദ്ധിക്കണം. ഈ ഡയഗ്രാം നോക്കിക്കേ, ഇതിൽ ഇവിടെ ഹൈപ്പോസ്റ്റോം എന്ന് പറയുന്ന പോർഷനില് മൗത്തും ഏനസും ഒറ്റ ഓപ്പണിംഗ് ആയിട്ടാണ് കാണപ്പെടുന്നത്. സ്റ്റമക്ക് അത് ഇവിടെ ഉണ്ട്, അതിലേക്കുള്ള ഓപ്പണിംഗ് വെച്ചു. അതായത് ഫുഡ് ഉള്ളിലേക്ക് എടുക്കാനും ഫുഡ് വേസ്റ്റുകൾ പുറത്തേക്ക് തള്ളാനുമായിട്ട് ഒരു സിംഗിൾ ഓപ്പണിംഗ് മാത്രമുള്ള ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനെയാണ് ഇൻകംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് പറയുക. അതേസമയം മൗത്തും ഏനസും രണ്ട് സെപ്പറേറ്റ് ഓപ്പണിങ്ങുകളായിട്ട് കാണപ്പെടുന്ന ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനെ നമ്മൾ കംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് പറയും. അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നതാണ് സർക്കുലേറ്ററി സിസ്റ്റം, രക്തപര്യന വ്യവസ്ഥ. രണ്ട് തരത്തിലുണ്ട്, തുറന്ന രക്തപര്യന വ്യവസ്ഥയും അടഞ്ഞ രക്തപര്യന വ്യവസ്ഥയും. തുറന്ന രക്തപര്യന വ്യവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതില് രക്തം രക്തക്കുഴലുകളിൽ പൊതിഞ്ഞിരിക്കാതെ ഹീമോസീൽ എന്ന അറയിലേക്ക്, ശരീര അറയിലേക്കാണ് പമ്പ് ചെയ്യപ്പെടുന്നത്. അതുപോലെ തന്നെ രക്തം ഇന്റർസ്റ്റീഷ്യൽ ഫ്ലൂയിഡിൽ നിന്ന് വേർപെട്ട് കാണപ്പെടുന്നില്ല, രണ്ടും കൂടി മിക്സ് ആയിട്ടാണ് കാണപ്പെടുക. ഇവിടെ നമ്മൾ രക്തത്തിനെ ഹീമോ ലിംഫ് എന്നാണ് പറയുക, ബ്ലഡ് എന്നല്ല പറയുക, ഹീമോ ലിംഫ് എന്നാണ് പറയുക. ഹീമോസീൽ എന്ന അറയിലേക്ക് രക്തം തുറന്നു വിടുകയാണ് ചെയ്യുന്നത്. പമ്പ് ചെയ്യാനായിട്ട് ഹാർട്ട് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ഒന്നും ഇല്ല, ജസ്റ്റ് വാൽവുകളും ഓസ്റ്റിയ എന്ന് പറയുന്ന ഓപ്പണിങ്ങും ഒക്കെയാണ് കാണപ്പെടുന്നത്. ഇവിടെ പ്യുവർ ആൻഡ് ഇംപ്യൂർ ബ്ലഡ്, അതായത് ഓക്സിജനേറ്റഡ് ആൻഡ് ഡിയോക്സിനേറ്റഡ് ബ്ലഡ് തമ്മിൽ ഫ്യൂസ് ചെയ്ത് അല്ലെങ്കിൽ മിക്സിങ് നടക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സർക്കുലേറ്ററി സിസ്റ്റത്തിനെയാണ് ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റം അഥവാ തുറന്ന രക്തപര്യന വ്യവസ്ഥ എന്ന് പറയുക. ഉദാഹരണമാണ് ഫൈലം ആർത്രോപോഡയും ഫൈലം ഹെമികോഡൈനറ്റിയും. അടുത്തത് ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം ആണ്. ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റത്തിൽ നമുക്കൊക്കെ ഉള്ളതുപോലെ, ഹ്യൂമൻ ബീങ്സിനൊക്കെ ഉള്ളതുപോലെ ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റത്തിൽ രക്തം ഇന്റർസ്റ്റീഷ്യൽ ഫ്ലൂയിഡിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ രക്തക്കുഴലുകളിലൂടെയാണ് ഇത് പമ്പ് ചെയ്യപ്പെടുന്നത്. അതായത് ഡയറക്റ്റ് ആയിട്ട് ഓർഗൻസ് ഒന്നും ബ്ലഡുമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്റ്റിൽ വരുന്നില്ല. അതേസമയം ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റത്തിൽ എല്ലാ ഓർഗൻസും ബ്ലഡുമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്റ്റിൽ വരുന്നുണ്ട്. ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റത്തിന് എക്സാമ്പിൾ ആണ് ഫൈലം അനലിഡയും ഫൈലം കോഡേറ്റയും. അപ്പോൾ നോക്കിക്കുക, ഡയഗ്രാം ഉണ്ട്. ഓപ്പൺ ആൻഡ് ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റത്തിന്റെ ഡയഗ്രാം നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റത്തിൽ കണ്ടില്ലേ, ടിഷ്യൂവിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ബ്ലഡ് എൻട്രി ചെയ്യുന്നുണ്ട്, ടിഷ്യൂവും ബ്ലഡും തമ്മിൽ ഡയറക്റ്റ് കോണ്ടാക്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഓസ്റ്റിയയും വാൽവും ഒക്കെ കൂടിയാണ് ബ്ലഡ് എന്താണ് പറയുക, ഹീമോലിംഫിനെ സർക്കുലേറ്റ് ചെയ്യുക അല്ലെ. ഈ ബ്ലഡ് എന്നല്ല പറയുക, ഇവിടെ നമ്മൾ ഹീമോലിംഫ് എന്നാണ് പറയുക. അതേസമയം ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റത്തിൽ നോക്കിയേ, ഹാർട്ട് എന്ന് പറയുന്ന ഒരു പമ്പിങ് ഓർഗൻ ഉണ്ടാവും, അതുപോലെ തന്നെ വാൽവുകൾ ഉണ്ടാവും, അതുപോലെ തന്നെ ആർട്ടറീസും വെയിൻസും കാണപ്പെടും, കാപ്പിലറീസ് ഉണ്ടാകും. ഇവിടെ കാപ്പിലറീസ് നമുക്ക് കാണാൻ സാധിക്കില്ല, ഇവിടെ കാപ്പിലറീസ് ഉണ്ട്, കാപ്പിലറി സിസ്റ്റം ഉണ്ട്. അതുപോലെ തന്നെ ഇന്റർസ്റ്റീഷ്യൽ ഫ്ലൂയിഡും ടിഷ്യൂവും തമ്മിലാണ് പദാർത്ഥങ്ങളുടെ വിനിമയം നടക്കുക. ഡയറക്റ്റ് കോണ്ടാക്ട് ടിഷ്യൂവും ബ്ലഡും തമ്മിൽ വരുന്നില്ല. അതാണ് ഇതില് ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അടുത്ത ക്യാരക്ടർ നമ്മൾ വർഗീകരണത്തിന് ഉപയോഗിക്കുന്ന അടുത്തൊരു ക്യാരക്ടറാണ് സമമിതി അഥവാ സിമെട്രി. സമമിതി അനുസരിച്ച്
ജന്തുക്കളെ മൂന്നായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ആദ്യത്തേത് അസിമെട്രി അഥവാ അസമമിതി. അതായത് ഒരു ജീവിയെ നമുക്ക് തുല്യ ഭാഗങ്ങളായിട്ട് ഏതെങ്കിലും ഒരു തലത്തിലൂടെ മുറിക്കുമ്പോൾ തുല്യ ഭാഗങ്ങളായിട്ട് നമുക്ക് മുറിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വിഭജിക്കാൻ കഴിയുമെങ്കിൽ അതിനെ നമ്മൾ സമമിതി ഉണ്ട് എന്ന് പറയും. അതിന് സിമെട്രി ഉണ്ട്. അതായത് ഒരു ജീവിയുടെ രണ്ട് വശങ്ങളും ഒരുപോലെ തന്നെ കാണപ്പെടുന്നു. അങ്ങനെയുള്ളതിനെ നമ്മൾ സമമിതി എന്ന് പറയും. തുല്യ ഭാഗങ്ങളായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ അതിനെ സിമെട്രി എന്ന് പറയും. അങ്ങനെ യാതൊരു വിധത്തിലും തുല്യമായ രണ്ട് ഭാഗങ്ങളായി വിഭജിക്കാൻ കഴിയാത്ത ജന്തുക്കളെയാണ് എന്ത് പറയുക? അസമമിതി ജന്തുക്കൾ, അതായത് അസിമെട്രിക്കൽ ഓർഗാനിസംസ് എന്ന് പറയുക. എക്സാമ്പിൾ ആണ് ഫൈലം പോരിഫെറം. രണ്ടാമത്തെ സിമെട്രിയാണ് വ്യാസാർദ്ധ സമമിതി അഥവാ ആരീയ സമമിതി എന്ന് പറയുന്ന റേഡിയൽ സിമെട്രി. അതായത് ഒരു ജീവിയുടെ ശരീരത്തിന്റെ കേന്ദ്ര അക്ഷത്തിലൂടെ, അതായത് സെൻട്രൽ ആക്സിസിൽ കൂടി കടന്നു പോകുന്ന ഏതൊരു റേഡിയൽ പ്ലെയിനിനും ഏതൊരു ആരീയ സമതലത്തിനും ജന്തുവിനെ രണ്ടായിട്ട് ഭാഗിക്കാൻ കഴിയുമെങ്കിൽ അതിനെ നമ്മൾ ആരീയ സമമിതി അഥവാ വ്യാസാർദ്ധ സമമിതി എന്ന് പറയും. അതായത് ഒരു ഓർഗാനിസത്തിനെ നമുക്ക് ഏതൊരു റേഡിയൽ പ്ലെയിനിൽ കൂടി കട്ട് ചെയ്താലും രണ്ട് ഈക്വൽ ഹാഫ്സ് കിട്ടുമെങ്കിൽ അങ്ങനെയുള്ള സിമെട്രിയെ നമ്മൾ പറയുന്നതാണ് റേഡിയൽ സിമെട്രി എന്ന്. അങ്ങനെയുള്ള ജീവികളെ നമ്മൾ റേഡിയൽ സിമെട്രിക്കൽ ഓർഗാനിസംസ് എന്ന് പറയും. എക്സാമ്പിൾ ഫൈലം സിലൻഡ്രേറ്റി, ഫൈലം ടീനോഫോറയും. മൂന്നാമത്തെ തരം സിമെട്രിയാണ് ദ്വിപാർശ്വ സമമിതി. ദ്വിപാർശ്വ സമമിതി, അതായത് ബൈലാറ്ററൽ സിമെട്രി. ഒരേ ഒരു തലത്തിലൂടെ മാത്രം ജന്തുവിനെ രണ്ട് തുല്യ പാർശ്വഭാഗങ്ങളായിട്ട് വിഭജിക്കാൻ കഴിയുമെങ്കിൽ അതിനെ ദ്വിപാർശ്വ സമമിതി എന്ന്. അതായത് ഒരു ഓർഗാനിസത്തെ നമുക്ക് രണ്ട് ലാറ്ററൽ ഹാഫ്സ് ആയിട്ട്, രണ്ട് ഈക്വൽ ഹാഫ്സ് ആയിട്ട്, ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഹാഫ്സ് ആയിട്ട് നമുക്ക് കട്ട് ചെയ്യാനായിട്ട് ഒരു സിംഗിൾ പ്ലെയിനിൽ കൂടി മാത്രം കട്ട് ചെയ്യാൻ കഴിയുമെങ്കിൽ അങ്ങനെയുള്ള സിമെട്രിനെയാണ് എന്ത് പറയുക? ബൈലാറ്ററൽ സിമെട്രി എന്ന് പറയുന്നത്. എക്സാമ്പിൾ ആണ് ഫൈലം പ്ലാറ്റിഹെൽമിന്തസ് മുതൽ ഫൈലം കോഡേറ്റ് വരെയുള്ള എല്ലാ ജീവികൾക്കും എന്താണുള്ളത്? ബൈലാറ്ററൽ സിമെട്രിയാണ് ഉള്ളത്. ഇതാ ഇവിടെ ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. ബൈലാറ്ററൽ സിമെട്രി എന്ന് പറയുമ്പോൾ നോക്കിക്കേ, ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഈക്വൽ ഹാഫ്സ് ആയിട്ട് ഒരു ഓർഗാനിസത്തെ നമുക്ക് ഒരു സിംഗിൾ പ്ലെയിനിൽ കൂടി കട്ട് ചെയ്യാൻ സാധിക്കും. അതേസമയം റേഡിയൽ സിമെട്രി എന്ന് പറഞ്ഞാൽ ഓർഗാനിസത്തിന്റെ സെൻട്രൽ ആക്സിസിൽ കൂടി കടന്നു പോകുന്ന ഏതൊരു റേഡിയൽ പ്ലെയിനിൽ കൂടി വേണമെങ്കിലും നമുക്ക് ഈക്വൽ ആയിട്ട് കട്ട് ചെയ്യാം. അങ്ങനെയുള്ള സിമെട്രിനെയാണ് റേഡിയൽ സിമെട്രി എന്ന് പറയുന്നത്. അസിമെട്രി എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമുക്ക് ഈ ടു ഈക്വൽ ഹാഫ്സ് ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള ഓർഗാനിസത്തിനെ അസിമെട്രിക്കൽ ഓർഗാനിസം എന്ന് പറയും. അടുത്തൊരു ക്യാരക്ടർ നമ്മൾ വർഗീകരണത്തിന് ഉപയോഗിക്കുന്ന അടുത്തൊരു ക്യാരക്ടറാണ് ഭ്രൂണപാളികളുടെ വിധാനം. അതായത് എംബ്രിയോണിക്കൽ ലെയേഴ്സിന്റെ സെൽ ലെയേഴ്സിന്റെ ഒരു ഘടനയാണ് നമ്മൾ നോക്കുന്നത്. അതിന്റെ സ്ട്രക്ചറാണ് നോക്കുന്നത്. അതിൽ ആദ്യത്തേത് ദ്വിബ്ലാസ്റ്റിക ഘടനാതലം, അതായത് ഡിപ്ലോബ്ലാസ്റ്റിക് ആയിട്ടുള്ള ഓർഗാനിസംസ്. ഇവിടെ എംബ്രിയോളജിക്കൽ ലെയേഴ്സിൽ നമുക്ക്, അല്ലെങ്കിൽ എംബ്രിയോയുടെ ലെയേഴ്സിൽ നമുക്ക് ഒരു ബാഹ്യപാളി ഔട്ടർ ആയിട്ടുള്ള ഒരു എക്ടോഡേമും ആന്തരിക പാളിയായിട്ടുള്ള എൻഡോഡേമും കാണും. അതായത് രണ്ട് ഭ്രൂണപാളികൾ ചേർന്നിട്ടാണ് കാണപ്പെടുക. ഈ രണ്ട് പാളികളുടെ ഇടയിൽ ജെല്ലി പോലുള്ള ഒരു സബ്സ്റ്റൻസ് നിറഞ്ഞിട്ടുണ്ടാവും. ഇതിനെ മീസോഗ്ലിയ എന്നാണ് പറയുക. ഇതൊരു അൺഡിഫറൻഷിയേറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. അതാണ് മീസോഗ്ലിയ എന്ന് ഉദ്ദേശിക്കുന്നത്. ജെല്ലി പോലത്തെ ഒരു സബ്സ്റ്റൻസ് ആണ് കാണാൻ സാധിക്കുക. എക്സാമ്പിൾ ഫൈലം സീലൻഡ്രറ്റയും ഫൈലം ടീനോഫോറയും തന്നെയാണ്. അപ്പൊ അത് ഡിപ്ലോബ്ലാസ്റ്റിക് ആയിട്ടുള്ള ഓർഗാനിസം ആണ്. അതിൽ രണ്ട് എംബ്രിയോളജിക്കൽ സെൽ ലെയേഴ്സ് ആണ് കാണപ്പെടുക. ഔട്ടർ എക്ടോഡേമും ഇന്നർ എൻഡോഡേമും. രണ്ടാമത്തെ ടൈപ്പാണ് ത്രിബ്ലാസ്റ്റിക ഘടനാതലം, അതായത് ട്രിപ്ലോബ്ലാസ്റ്റിക് ആയിട്ടുള്ള ഓർഗാനിസംസ്. അതായത് ബാഹ്യപാളിയായിട്ടുള്ള എക്ടോഡേമും ഉണ്ടാകും, ആന്തരിക പാളിയായിട്ടുള്ള എൻഡോഡേമും ഉണ്ടാകും. ഇതിന്റെ രണ്ടിന്റെ ഇടയ്ക്ക് ഒരു ഡിഫറൻഷിയേറ്റഡ് സെല്ലുലാർ ലെയറും കൂടി കാണാൻ സാധിക്കും. അതിനെ മീസോഡേം എന്ന് പറയും. അങ്ങനെ മൂന്ന് പാളികൾ, എക്ടോഡേം, എൻഡോഡേം, മീസോഡേം. എക്ടോഡേം എന്ന് പറഞ്ഞാൽ ഔട്ടർ, എൻഡോഡേം എന്ന് പറഞ്ഞാൽ ആന്തരികമായിട്ടുള്ള, അതായത് ഉള്ളിലുള്ളത്, ഇന്നർ ആയിട്ടുള്ള ലെയർ, ദെൻ മീസോഡേം എന്ന് പറയുന്നത് മിഡിൽ ലെയർ. അങ്ങനെ മൂന്ന് ലെയർ ഓഫ് സെൽസ് കാണപ്പെടുന്നുണ്ടെങ്കിൽ അതിനെ
ട്രിപ്ലോബ്ലാസ്റ്റിക് എന്നാണ് പറയുക. ഫൈലം പ്ലാറ്റിഹെൽമിന്തസ് മുതൽ ഫൈലം കോഡേറ്റ വരെയുള്ള ജീവികൾ ട്രിപ്ലോബ്ലാസ്റ്റിക് ഓർഗാനിസംസ് ആണ്. ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഡയഗ്രാം നോക്കുക. ഇവിടെ അകത്ത് ട്രിപ്ലോബ്ലാസ്റ്റിക്കിൽ നോക്കിക്കേ, അകത്ത് കാണപ്പെടുന്ന ലെയർ ഏതാണ്? എൻഡോഡേം ലെയർ ആണ്. ഔട്ടർ ലെയറിനെ എന്ത് പറയും? എക്ടോഡേം ലെയർ എന്ന് പറയും. ഇതിന്റെ രണ്ടിന്റെ ഇടയ്ക്ക് ഒരു ജെല്ലി പോലുള്ള സബ്സ്റ്റൻസ് കാണും, അതിനെയാണ് മീസോഗ്ലിയ എന്ന് പറയുക. ഇത് ഡിപ്ലോബ്ലാസ്റ്റിക് ഘടനയാണ്. ട്രിപ്ലോബ്ലാസ്റ്റിക് നോക്കിക്കേ, ട്രിപ്ലോബ്ലാസ്റ്റിക്കില് ഔട്ടർ ലെയർ എന്ന് പറയുന്നത് എക്ടോഡേമും ഇന്നർ ലെയർ എന്ന് പറയുന്നത് എൻഡോഡേമും ഇൻ ബിറ്റ്വീൻ ഇടയ്ക്ക് ഒരു കണ്ടോ സെല്ലുലാർ ലെയർ ആണ് കാണുക, സെല്ലുകൾ നിറഞ്ഞ ഒരു ലെയർ ആണ് കാണുക. ഇതിനെ എന്ത് പറയും? മീസോഡേം എന്ന് പറയും. അപ്പൊ ഇങ്ങനെ എക്ടോഡേം, മീസോഡേം, എൻഡോഡേം എന്നിങ്ങനെ 3 ലെയറുകൾ ഉള്ളത് കൊണ്ട് അതിനെ ട്രിപ്ലോബ്ലാസ്റ്റിക് എന്ന് പറയുന്നു. അടുത്തൊരു ക്യാരക്ടർ സീലം. വർഗീകരണത്തിന് ഉപയോഗിക്കുന്ന അടുത്ത ക്യാരക്ടറാണ് സീലം എന്ന് പറയുന്നത്. സീലം എന്ന് ഉദ്ദേശിക്കുന്നത് എക്ടോഡേം കൊണ്ടാണ് നമ്മുടെ ശരീരഭിത്തി, അതായത് ബോഡി വോള് നിർമ്മിച്ചിരിക്കുന്നത്. നമ്മുടെ അന്നപദം അതായത് ഗട്ട് എന്ന് പറയുന്നത് എൻഡോഡേമിനാൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെ ജീവികളില് ബോഡി വോള് നിർമ്മിച്ചിരിക്കുന്ന എക്ടോഡേമും ഗട്ട് വോള് നിർമ്മിച്ചിരിക്കുന്ന എൻഡോഡേമും ഇതിനിടയ്ക്ക് മീസോഡേമിനാൽ ചുറ്റപ്പെട്ട അല്ലെങ്കിൽ മീസോഡേമ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ശരീര അറയുണ്ടെങ്കിൽ അതിനെയാണ് സീലം എന്ന് വിളിക്കുന്നത്. ഈ സീലമുള്ള ജന്തുക്കളെ സീലോമിക ജന്തുക്കൾ അഥവാ സീലോമേറ്റ്സ് എന്ന് പറയും. അതായത് എക്ടോഡേം കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ശരീര ഭിത്തി ബോഡി വോളിന്റെയും എൻഡോഡേം കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന അന്നപദം അതായത് ഗട്ട് വോളിന്റെയും ഇടയ്ക്ക് മീസോഡേമിനാൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ശരീര അറയെ, രണ്ടു വശവും മീസോഡേം കൊണ്ട് ലൈൻ ചെയ്യപ്പെട്ടിരിക്കുന്ന ശരീര അറയേനെയാണ്, ബോഡി ക്യാവിറ്റിനെയാണ് എന്ത് പറയുക? സീലം എന്ന് പറയുക. അങ്ങനെ സീലം, ട്രൂ ആയിട്ടുള്ള ഒരു സീലം ഉള്ള ജീവികളെ നമ്മൾ സീലോമീറ്റുകൾ എന്ന് വിളിക്കുന്നു. എക്സാമ്പിൾ ആണ് അനലീഡ, മൊളസ്ക, ആർത്രോപോഡ, എക്കൈനോഡെർമേറ്റ, ഹെമികോഡേറ്റ ആൻഡ് കോഡേറ്റ. രണ്ടാമത്തെ വിഭാഗമാണ് കപട സീലോമേറ്റുകൾ അഥവാ സ്യൂഡോസീലോമേറ്റ്സ്. സ്യൂഡോസീലോമേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവരുടെ ശരീര അറ പോലെ ഒരു സ്ട്രക്ചർ ഉണ്ടാകും, പക്ഷെ അത് മീസോഡേമിനാൽ ചുറ്റപ്പെടാതെയാണ് കാണപ്പെടുക. ട്രൂ സീലോമില് മീസോഡേമിനാൽ ചുറ്റപ്പെട്ടതാണ്. അതേസമയം സ്യൂഡോസീലോമേറ്റ്സില് ശരീര അറ ഉണ്ടെങ്കിൽ പോലും അത് മീസോഡേമിനാൽ ചുറ്റപ്പെടാതെ ഈ ബാഹ്യ ആന്തരിക പാളികൾക്കുള്ളിൽ, അതായത് എക്ടോഡേമിനാൽ നിർമ്മിതമായിട്ടുള്ള ബോഡി വോളിനും ശരീരഭിത്തിക്കും എൻഡോഡേമിനാൽ നിർമ്മിതമായിട്ടുള്ള അന്നപദത്തിനും ഇടയ്ക്ക് മീസോഡേമിനാൽ നിർമ്മിതമായിട്ടുള്ള ചെറു സഞ്ചികൾ, ചെറിയ പൗച്ചുകൾ ചിതറിക്കിടക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇങ്ങനെയുള്ള ശരീര അറയിനെയാണ് എന്ത് പറയുക? കപടസീലം എന്ന് പറയുക, അതായത് സ്യൂഡോസീലം എന്ന് പറയുന്നത്. ഇത്തരം ജന്തുക്കളെ കപടസീലോമേറ്റുകൾ എന്ന് വിളിക്കുന്നു. എക്സാമ്പിൾ ആണ് ആസ്കൈമെന്തസ്. മൂന്നാമത്തെ വിഭാഗമാണ് അസീലോമിക ജന്തുക്കൾ അഥവാ അസീലോമേറ്റ്സ്. ഈ അസീലോമേറ്റ്സിൽ ശരീര അറ കാണപ്പെടുന്നേയില്ല. എൻഡോഡേമും എക്ടോഡേമും ഉണ്ടാകും, മീസോഡേമിനാൽ നിർമ്മിതമായിട്ടുള്ള എന്തുണ്ടാവില്ല? ശരീര അറ കാണപ്പെടുന്നില്ല. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ളവയെ അസീലോമിക ജന്തുക്കൾ എന്ന് പറയുന്നു. എക്സാമ്പിൾ പെരിഫറ, സീലൻട്രീറ്റ, ടിനോഫോറ, പ്ലാറ്റിഹെൽമിന്തസ്. അതാ ഇവിടെ നോക്കുക, സീലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടോ, എക്ടോഡേം ഉണ്ട്, ഇവിടെ ഗട്ട് വോള് എൻഡോഡേം കൊണ്ട് ഉണ്ടാക്കിയേക്കുന്നുണ്ട്. മീസോഡേം ആണ് ഈ പിങ്ക് കളറിൽ കൊടുത്തേക്കുന്നത്, കണ്ടോ. അതായത് ഈ ഗട്ട് വോളിന് ചുറ്റിനും അതുപോലെ തന്നെ ബോഡി വോളിന്റെ അകത്തും എന്തുണ്ട്? മീസോഡേം ഉണ്ട്. അപ്പൊ ഈ ഒരു ക്യാവിറ്റി നമ്മൾ നോക്കുമ്പോൾ ക്യാവിറ്റിയുടെ രണ്ട് സൈഡുകളിലും എന്തുണ്ട്? മീസോഡേമിനാൽ ചുറ്റപ്പെട്ടാണ് കാണപ്പെടുക. ഇങ്ങനെയുള്ള ബോഡി ക്യാവിറ്റിനെയാണ് നമ്മൾ എന്ത് പറയുക? സീലോം എന്ന് പറയുന്നത്. ഇതാണ് ഒരു ട്രൂ സീലോം എന്ന് പറയുന്നത്. അതേസമയം സ്യൂഡോസീലോം എന്ന് പറഞ്ഞാൽ നോക്കിക്കേ, എൻഡോഡേമിനും എക്ടോഡേമിനും ഇടയ്ക്ക്, അതായത് ഗട്ട് വോളിനും ബോഡി വോളിനും ഇടയ്ക്ക് പിങ്ക് കളറിൽ ഇങ്ങനെ പൗച്ചുകളായിട്ടാണ് ഇത് കാണപ്പെടുന്നത്. കണ്ടോ, മീസോഡേമിന്റെ കുറെ പൗച്ചുകൾ ഇങ്ങനെ ചെതറിക്കിടക്കുന്നതായിട്ട് കാണും. ഇതിനെയാണ് എന്ത് പറയുക? സ്യൂഡോസീലോം എന്ന് പറയുന്നത്. ഇങ്ങനെ പൗച്ചുകൾ, മീസോഡേമിനാൽ നിർമ്മിതമായിട്ടുള്ള പൗച്ചുകൾ ചിതറിക്കിടക്കുന്ന തരം ശരീര അറ, അതായത് ക്യാവിറ്റിനെ എന്ത് പറയും? സ്യൂഡോസീലോം എന്ന് പറയും. അതേസമയം എസീലോമേറ്റ് നോക്കിയാൽ ഇവിടെ എക്ടോഡേമും ഉണ്ട്, എൻഡോഡേമും ഉണ്ട്, മീസോഡേമും ഒക്കെ ഉണ്ട്, പക്ഷെ ഇതിനിടയ്ക്ക് ഒരു ക്യാവിറ്റി കാണുന്നില്ല. ഇങ്ങനെയുള്ള ജീവികളെയാണ് നമ്മൾ എന്ത് പറയുക? എസീലോമേറ്റ്സ് എന്ന്
പറയുക. ഇനി അടുത്തൊരു ക്യാരക്ടറാണ് നമ്മൾ വർഗീകരണത്തിന് ഉപയോഗിക്കുന്ന അടുത്തൊരു ക്യാരക്ടറാണ് വിഖണ്ഡാവസ്ഥ അഥവാ മെറ്റാമറിസം. അതായത് ചില മണ്ണിര പോലുള്ള ചില ജന്തുക്കളുടെ ശരീരം അനവധി തുല്യ ഖണ്ഡങ്ങളായിട്ട് വിഭജിക്കപ്പെട്ടിരിക്കുന്നു. ഈക്വൽ ആയിട്ടുള്ള സെഗ്മെന്റുകളായിട്ട് ശരീരം ഡിവൈഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ഓരോ ശരീരഖണ്ഡത്തെയും മെറ്റാമിയർ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ശരീരത്തിലുള്ള ഓരോ ശരീരത്തിനെ സെഗ്മെന്റുകളായിട്ട് അല്ലെങ്കിൽ ചേംബറുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാകും. ആ ഓരോ സെഗ്മെന്റുകളെയും മെറ്റാമിയർ എന്നാണ് വിളിക്കുക. അപ്പൊ ഈ ഓരോ മെറ്റാമിയറിനുള്ളിലും ചില ഇന്റേണൽ ഓർഗൻസ്, എല്ലാ ഇന്റേണൽ ഓർഗൻസ് ഒന്നും പറയുന്നില്ല, ചില ഇന്റേണൽ ഓർഗൻസ് റിപ്പീറ്റ് ചെയ്യപ്പെട്ട് കാണപ്പെടും. അതാണ് ഓരോ മെറ്റാമിയറിനുള്ളിലും ചില ആന്തര അവയവങ്ങളുടെ ആവർത്തനം കാണപ്പെടുന്നുണ്ട്. ഈ പ്രതിഭാസത്തിനെയാണ് എന്ത് പറയുക? വിഖണ്ഡനം എന്ന് പറയുന്നത്. അതായത് ചില ജീവികളില് ശരീരം ഖണ്ഡങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യപ്പെട്ടിരിക്കുന്നത്, അതായത് സെഗ്മെന്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യപ്പെട്ടിരിക്കുകയും ആ സെഗ്മെന്റുകൾക്കുള്ളിൽ ചില ഇന്റേണൽ ഓർഗൻസ് റിപ്പീറ്റഡ് ആയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ കാണപ്പെടുന്ന പ്രതിഭാസത്തിനെയാണ് എന്ത് പറയുക? മെറ്റാമറിസം അഥവാ വിഖണ്ഡനം എന്ന് പറയുന്നത്. എക്സാമ്പിൾ മണ്ണിര. നമ്മൾ വർഗീകരണത്തിന് ഉപയോഗിക്കുന്ന അടുത്ത ഒരു ക്യാരക്ടറാണ് പ്രാകശേരു അഥവാ നോട്ടോകോഡ്. പ്രാകശേരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ജന്തുക്കളില് ഭ്രൂണവികാസ സമയത്ത്, അതായത് എംബ്രിയോയുടെ ഡെവലപ്മെന്റ് സമയത്ത് മുതുക് ഭാഗത്തായിട്ട്, അതായത് എംബ്രിയോയുടെ മുതുക് ഭാഗത്തായിട്ട് മീസോഡേമിൽ നിന്നും രൂപപ്പെടുന്ന ദണ്ഡാകൃതിയിലുള്ള ഒരു അവയവം കാണപ്പെടുന്നു. അതായത് ഈ ഭ്രൂണത്തിന്റെ മുതുക് ഭാഗത്ത് റോഡ് ഷേപ്പിലുള്ള ഒരു ഓർഗൻ കാണപ്പെടും. ഇത് മീസോഡേമിനാലാണ് ഉണ്ടാകുന്നത്, മീസോഡേമിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ഇതിനെയാണ് നോട്ടോകോഡ് അഥവാ പ്രാകശേരു എന്ന് പറയുന്നത്. ഈ പ്രാകശേരു കാണപ്പെടുന്ന ജന്തുക്കളെ കോർഡേറ്റുകൾ അഥവാ കശേരുകികൾ എന്നും ഇല്ലാത്തവയെ നോൺ കോർഡേറ്റുകൾ അഥവാ അകശേരുകികൾ എന്നും വിളിക്കുന്നു. ഫൈലം പോരിഫറ മുതൽ എക്കൈനോഡെർമേറ്റ വരെയുള്ളവ നോൺ കോർഡേറ്റുകളാണ്. നോട്ടോകോഡ് ഉള്ളവരെ കോർഡേറ്റുകൾ എന്നുമാണ് വിളിക്കുന്നത്. ഇതാണ് ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ ആണ്, കോർഡേറ്റുകളുടെ ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ ആണ് ഈ കാണുന്നത്. ഇതില് നോക്കുക, ഇവിടെ ഇങ്ങനെ ഒരു റോഡ് ഷേപ്പിൽ ഒരു സ്ട്രക്ചർ കാണാൻ സാധിക്കും. മുതുക് ഭാഗത്ത് ഒരു റോഡ് ഷേപ്പിൽ സ്ട്രക്ചർ കാണാൻ സാധിക്കും. ഇതാണ് നോട്ടോകോഡ് എന്ന് പറയുന്നത്. അതിന്റെ തൊട്ട് മുകളായിട്ട് നെർവ് കോഡ് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ ഇത് ഒരു കോർഡേറ്റിന്റെ ഒരു ബേസിക് സ്ട്രക്ചർ ആയിട്ട് നമ്മൾ റെപ്രസെന്റേറ്റീവ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ്, റെപ്രസെന്റേഷൻ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. അതിൽ ഇവിടെ ഈ കാണുന്നതാണ് നോട്ടോകോഡ് എന്ന് പറയുന്നത്. ഇതിലെ കോർഡേറ്റുകളില് വെർട്ടിബ്രേറ്റുകളിൽ ഈ നോട്ടോകോഡ് ഡെവലപ്പ് ചെയ്തിട്ട് വെർട്ടിബ്രൽ കോളമായിട്ട് മാറും. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്, എന്നാലും ഒന്ന് ഓർമ്മിക്കണം. ചിലപ്പോൾ നമ്മൾ ഈസി ആണെന്ന് വിചാരിക്കുന്ന ഭാഗം നമ്മൾ തെറ്റിച്ചു പോകാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക് ആണെങ്കിലും ഈ ഭാഗവും ക്ലാസ് ആയിട്ട് എടുത്തത്. അപ്പൊ ഇത്രയും ഭാഗം മനസ്സിലായി എന്ന് കരുതുന്നു. പോയിന്റുകളെല്ലാം ഓർത്തു വെക്കുമല്ലോ അല്ലേ? അപ്പോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. താങ്ക് യു ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. HSAക്ക് പഠിക്കുന്ന, HSA നാച്ചുറൽ സയൻസിന് വേണ്ടി പഠിക്കുന്ന എല്ലാവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ തുടർന്നും ക്ലാസ്സുകൾ ലഭ്യമാകാൻ വേണ്ടിയിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. See you on next video.